ഹരി ഓം. പ്രിയമുള്ളവരെ, ഇന്ന് കർക്കിടക മാസം 3-ാം തീയതിയാണ്. ഇന്ന് രാമായണ വായന ആരംഭിക്കാൻ പോവുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അമർത്തുക. എന്നുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എല്ലാവരെയും ഈ രാമായണ മാസം, ഈ രാമായണ പാരായണത്തിലേക്ക് സുസ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും രാമായണം വായിക്കുന്നത് കേൾക്കണം. എല്ലാ ദുഃഖങ്ങളും അകന്ന് സന്തോഷമുള്ള ഒരു ദിനം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ഓം ഗംഗണപതീ നമഃ. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനാം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരതാപം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. അകാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനായോധ്യൈകമാരെഴുന്നള്ളീടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം കൊണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു വിധി നന്ദനോട് ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യ സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ. അസ്മജ്ജന്മവും ഇന്ന് വന്നിതു സഫലമായി, നിന്തിരുവടി എഴുന്നള്ളിയത് മൂലം കൃതാർത്ഥരാന്തരാത്മാവായത് ജാനികത പോന്നിതേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നിപ്പോൾ നിന്തിരുവടിയരും ചെയ്യണം ദയാനിധി. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ, ചൊന്നാലും പരമാർത്ഥം താപസകുലപത്തേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോടത് നേരം. ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുഭാഗു മുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരുമായുള്ളവരും അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായവനീപത്തേ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലത് വന്നിടുക നിനക്ക് മഹീപതേ, കല്യാണമതി കരുണാനിധേ നരപദേ. ചിന്താചഞ്ചലനായ പങ്ക്തി ചെന്തനൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തി ചൊല്ലിയിടിനാൻ. എന്ത് ചൊൽവത് ഗുരുവേ നന്ദനൻ, ഗുരോ നന്ദനൻ തന്നീ മമ
സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാൻ ഞാൻ അന്വേ നാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലതിപ്പോൾ എന്ന് നിന്തിരുവടി ചിന്തിച്ച് തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം. സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാവതേ മാനുഷനല്ല രാമൻ. മാനവശിഖാമണി മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നെ വന്ന് അവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാകുമതിഥി കൗസല്യേണിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ് ചെയ്തു നിങ്ങൾ. മുഹൂരാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ളുവരമെന്നാൻ പുത്രനായി വിറക്കേണമെനിക്ക് ഭവാനെന്ന് സത്വരമപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നത് രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ട് കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലേ യാഗവേലായുണ്ടായി വന്നു. ആഗതനായാൽ വിശ്വാമിത്രനും അവർ തമ്മിൽ വിയോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതും വ്യക്തവ്യമല്ലതാനും. പുത്രനെ കൂടെ ചീടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ച് യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരിക ചേർത്തും മാറിലണച്ചു ഗാഠം പുണർന്നുടൻ നുകർന്നു ശരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീര ബാണഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര. ഏഴ് കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതങ്ങൾ ഈ വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു. നീ വിവാദാദികളും തീർന്നു ബാലന്മാരുമായപ്പോൾ ഗംഗ കടന്നീടിനാൻ വിശ്വാമിത്രൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ.